കഴിഞ്ഞ 10 വർഷം കേന്ദ്ര ഗവൺമെൻറ്റിൽ നരേന്ദ്രമോദി കാണിച്ച മോഡൽ ഓഫ് ഗവേണൻസ്, ഡിജിറ്റൽ ഗവേണൻസ്, ഫിൻടെക് ഗവേണൻസ്, ടെക്നോളജി എംബ്രേസ്ഡ് ഗവേണൻസ്. 80 മന്ത്രിമാർ മോഡി 1, 80 മന്ത്രിമാർ മോഡി 2. ആരൊക്കെ എന്ത് പറഞ്ഞാലും ഈ 160 മന്ത്രിമാരിൽ ഒറ്റ മന്ത്രിയെപ്പോലും മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പോലും, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയിട്ട് പോലും ഒരു തരത്തിലുള്ള അഴിമതിയും കണ്ടുപിടിക്കാൻ പറ്റാത്ത കാലാവസ്ഥ. ഇൻ്റർനാഷണൽ എറിനയിൽ എക്സലൻ്റ് റിലേഷൻഷിപ്പ്. നമ്മുടെ NRI സുഹൃത്തുക്കൾക്ക് ഒരു എന്താ പറയുക, അവരുടെ അഭിമാനം ഉയർത്തിയ അവസ്ഥ, നമ്മുടെ സെക്യൂരിറ്റി കൂട്ടിയ അവസ്ഥ, സേഫ്റ്റി കൂട്ടിയ അവസ്ഥ, നമ്മുടെ ബോർഡറിന് സേഫ്റ്റി വന്ന അവസ്ഥ, നമ്മുടെ സയൻസിന് വികാസം വന്ന അവസ്ഥ. ഏറ്റവും വലിയ കോവിഡ് വന്നപ്പോൾ ഇത്രയും വേഗം കോവിഡ് വാക്സിൻ കൊണ്ടുവന്ന ഒരു പ്രൈം മിനിസ്റ്റർ, കോവിഡ് വാക്സിൻ ഫ്രീ ആയിട്ട് 100-ലധികം നേഷൻസിന് പാവങ്ങൾക്ക് കൊടുത്ത ഒരു പ്രൈം മിനിസ്റ്റർ, ഇന്ത്യ ഈസ് എ ഗ്ലോബൽ ഫാർമസി എന്ന് പറഞ്ഞ പ്രൈം മിനിസ്റ്റർ, ഫുഡ് ബാസ്ക്കറ്റ് ഫോർ ദ ഗ്ലോബ് എന്ന് പറഞ്ഞത്, പ്രൊഡക്ഷൻ ഫാക്ടറി എന്ന് പറഞ്ഞ ലോകത്തിന് വേണ്ടി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന ഒരു സെൻറ്ററാക്കി മാറ്റിയ ആത്മനിർഭർ ഭാരത്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് 10 വർഷത്തെ ഗവേണൻസ്, 300-ലധികം പ്രോഗ്രാം, ടച്ച് ചെയ്യാത്ത ഒരു വീട്, ഒരു മനുഷ്യനില്ലാത്ത അവസ്ഥ. ഏതെങ്കിലും ഒരു വീട്ടിൽ 3 മുതൽ 5 വരെ മോഡി കൊണ്ടുവന്ന 370 പ്രോഗ്രാമിൽ ഏതെങ്കിലും ബെനിഫിറ്റ് കിട്ടാത്ത ഒരു വീടും ഇല്ലാത്ത ടോട്ടൽ ഇൻക്ലൂഷനുള്ളൊരു കാലാവസ്ഥ. കേരളം മാത്രം മാറി നിൽക്കുന്ന കാലാവസ്ഥ. ഈ ബാക്ക്ഗ്രൗണ്ടിലാണ് NDA ആദ്യത്തെ ലിസ്റ്റിൽ 195 സ്ഥാനാർത്ഥികളെ വിട്ടത്, ലിസ്റ്റ് ചെയ്തത്. അതിൽ ആ ക്രൈറ്റീരിയ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവും. മോഡിജിയുടെ ഫിലോസഫി ഓഫ് ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ട്രൂ പൊളിറ്റീഷ്യൻ കമ്മിറ്റഡ് ടു പീപ്പിൾ, സർവീസ് സെൻട്രിക്. പണം ഉണ്ടാക്കുന്ന റോബിങ് ഉള്ള ആളാവാൻ പാടില്ല. ട്രൂത്ത്ഫുൾ ആയിരിക്കണം, കഴിവുള്ളവനായിരിക്കണം, പ്രൊഫഷണലായിരിക്കണം, ഇൻ്റലിജൻ്റ് ആയിരിക്കണം, അക്സെപ്റ്റബിൾ ആയിരിക്കണം. ഇതൊക്കെയാണ്. പിന്നെ അത് മാത്രമല്ല, ക്യാരക്ടറുള്ള ആളായിരിക്കണം. അത് മാത്രമല്ല, ക്യാരക്ടർ മാത്രമല്ല, സർവീസ് സെൻട്രിക്. അദ്ദേഹത്തിൻ്റെ ബോസ് എന്ന് പറഞ്ഞാൽ ആൾക്കാരാണ്, ജനമാണെന്ന് മനസ്സിലാക്കണം. ഇങ്ങനെ ഒരു ഡിഫൈൻഡ് ക്വാളിറ്റി ഉള്ളവരെ ആണ്. എല്ലാം അതാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതിന് ഊന്നൽ നൽകി, വിന്നബിലിറ്റിക്ക് ഊന്നൽ നൽകി, കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കാൻ ഏതാണ്ട് 1 കൊല്ലം എടുത്ത്, ഒരു കാൻഡിഡേറ്റും അറിയാതെ, ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ പോലും കാൻഡിഡേറ്റ് ആണെന്ന് അറിയുന്നത് വൈകുന്നേരം അനൗൺസ് ചെയ്യുമ്പോൾ TV-യിലായിരുന്നു. ഒരു മന്ത്രിയാണെന്നറിയണമെങ്കിൽ TV കൂടെ അറിയത്തുള്ളൂ. അത്ര വളരെ കോൺഫിഡൻഷ്യലായിട്ട് ലെസ് ടോക്കിംഗ് മോർ ആക്ഷൻ എന്ന ഫിലോസഫിയോടുകൂടി ഒരു എന്താ പറയുക, ഒരു ഭീഷ്മാചാര്യനെ പോലെ, ഒരു പിതാവിനെ പോലെ പ്രവർത്തിക്കുന്ന, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു പ്രൈം മിനിസ്റ്റർ കേരളത്തിലേക്ക് വന്ന് പറയുന്നു, സുഹൃത്തുക്കളെ നിങ്ങളും ചേർന്ന് നിൽക്കൂ, നമുക്ക് 1 ഇന്ത്യ, 1 പീപ്പിൾ, 1 നേഷൻ, ആ രീതിയിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് നിൽക്കുന്ന കാലാവസ്ഥയിൽ എന്നെയും മലപ്പുറത്തേക്ക് അയച്ചു. അപ്പോൾ ചിലർ എന്നോട് ചോദിക്കും, സാറേ എത്ര ഡിഫിക്കൾട്ട് പ്ലേസിൽ, ഡിഫിക്കൾട്ടെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? എല്ലാ മുസ്ലിങ്ങൾ കൂടുതലുള്ള സ്ഥലം, എപ്പോഴും മുസ്ലിങ്ങൾ അയച്ച സ്ഥലം, ഒരു രക്ഷയില്ലാത്ത സ്ഥലം. നമ്മുടെ എലക്ഷൻ അജണ്ട എന്നതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എലക്ഷനിൽ വിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അജണ്ട. അതിനുള്ള നമ്മുടെ പൊളിറ്റിക്കൽ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഇന്ത്യ 1 പീപ്പിൾ എന്ന് പറയുന്നതിനോടുകൂടി മാറി നിൽക്കുന്ന ഇവരെ കൂടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരിക. മോഡിജിയുടെ ഡെവലപ്മെൻറ്റ് മന്ത്രം നിങ്ങളും കൂടെ അനുഭവിക്കുക, ഗവേണൻസ് നിങ്ങളൂടെ ചേർന്ന് നിൽക്കുക, നിങ്ങൾ മാറി നിൽക്കാതിരിക്കുക, ഒറ്റപ്പെടാതിരിക്കുക, ഒന്നായിരിക്കുക എന്നുള്ള മെസ്സേജ് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൂടെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ഗവേണൻസിൻ്റെ ബെനിഫിറ്റ് അനുഭവിക്കുകയും ചെയ്യത്തക്ക രീതിയിൽ മാറ്റിയെടുക്കുന്നതിൻ്റെ ഒരു പടി ആണ് എന്ന് മാത്രം കരുതിയാൽ മതി. അല്ലാതെ എന്നോട് ഇന്നലെ ഒരാൾ ചോദിച്ചു, സാറിനൊരു A ക്ലാസ് മണ്ഡലത്തിൽ നിർത്താത്തത്. A ക്ലാസ് മണ്ഡലത്തിൽ എന്നെ ട്രൈ ചെയ്യുന്നത് എന്തിനാണ്? എന്നെ ട്രൈ ചെയ്യേണ്ടത് ഒരു കോമൺ പൊളിറ്റിക്കൽ കോമൺ സെൻസ് അനുസരിച്ച് മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്ത്, മുസ്ലിങ്ങളെ മാത്രം അയക്കുന്നിടത്ത്,
അവർക്ക് കൊള്ളാവുന്ന ഇന്ത്യൻ പൂളിലുള്ളതിൽ കൊള്ളാവുന്ന ഒരാളെ ഓഫർ ചെയ്ത് നോക്കാം. അവർ അത് അക്സെപ്റ്റ് ചെയ്യുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ അവരോട് പറഞ്ഞ് മനസ്സിലാക്കാം. മനുഷ്യരുടെ കൾച്ചറൽ ചേഞ്ചിന് സമയമെടുക്കും. പെട്ടെന്നൊന്നും നമുക്ക് ഇവരെ മാറ്റി മറിച്ചെടുത്ത് ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ നിന്ന് വേറൊരു പൊളിറ്റിക്കൽ സിസ്റ്റത്തിൽ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ എന്നിരുന്നാലും എനിക്ക് മനസ്സിലായി, മലപ്പുറം മാറി ചിന്തിക്കുന്നു. മലപ്പുറത്ത് ഡിസാറ്റിസ്ഫൈഡ് ആൾക്കാരുണ്ട്. മലപ്പുറത്ത് മോഡിജിയോട് ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. മോഡിജിയുടെ വികസന മന്ത്രം ഇവിടെയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. പക്ഷേ അത് ഓപ്പണായിട്ട് വന്ന്, പർട്ടിക്കുലർലി മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് ഓപ്പണായിട്ട് വന്ന് മോഡിജിക്ക് ഓപ്പണായിട്ട് വോട്ട് ചെയ്യാനോ മോഡിയെ ഇഷ്ടപ്പെടുന്നു പറയാനോ ഉള്ള ശക്തിയില്ലായ്മയാണ് ഇവിടുത്തെ പ്രശ്നം. ഇന്നല്ലെങ്കിൽ നാളെ ഇതൊക്കെ പൊട്ടിച്ച് ഇവർ വെളിയിൽ വരും, മെയിൻ സ്ട്രീമുമായിട്ട് ചേർന്ന് നിൽക്കും. ഇവിടുത്തെ പെൺകുട്ടികൾ ഞാൻ ഓർക്കുന്നുണ്ട്, എത്ര കുട്ടികളാണ് ഇൻ്റർനാഷണൽ ഫെലോഷിപ്പ് വാങ്ങുകയും ഡിസ്കവറി നടത്തുകയും ചെയ്യുന്നത്. എത്ര പെൺകുട്ടികളാണ് MBBSും BDSും എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ച് വെറുതെ വീട്ടിലിരിക്കുന്നത്. എഡ്യൂക്കേറ്റഡ് ബട്ട് ഹൗസ് വൈഫ്സ് വിതൗട്ട് എംപ്ലോയ്മെൻറ്റ് എത്ര പേരാണുള്ളത്. ഇവിടെയുള്ള സിംഗിൾ മംസിൻ്റെ നമ്പർ, ഒറ്റ അമ്മമാർ കുട്ടികൾ മാത്രമുള്ള, ഭർത്താക്കന്മാരില്ലാത്ത എത്ര പേര്, ജെൻഡർ ഇൻഇക്വാളിറ്റി അനുഭവിക്കുന്ന എത്ര പേര്, ഫിസിക്കലി ചലഞ്ചഡായിട്ടുള്ള എത്ര പേര്, സ്കില്ലിങ് കുറഞ്ഞിട്ടുള്ള, വിദ്യാഭ്യാസമുണ്ട് ജോലി ചെയ്യാൻ കഴിവില്ലാത്ത എത്ര പേര്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, വേൾഡ് ക്ലാസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ കുറവ്, എന്നാൽ ലിറ്ററസി പെർസെൻറ്റേജ് കൂടുതൽ, ഹെൽത്ത് ഹോസ്പിറ്റൽസ് ഉണ്ട്, പക്ഷേ ക്വാളിറ്റി ഉള്ള ഹോസ്പിറ്റൽസ് എത്രയുണ്ട്, ടൂറിസത്തിന് എക്സലൻ്റ് ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം നമ്മൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ, റോഡുണ്ട്, റെയിൽവേ ഉണ്ട്, എയർപോർട്ടുണ്ട്, പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ വരുന്ന പോലെ ക്വാളിറ്റിയുള്ള റോഡ്സ് എത്രമാത്രം ഉണ്ട്, എന്തുമാത്രം നമ്മുടെ റെയിൽവേ മോഡേണൈസേഷനുണ്ട്, ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. എയർപോർട്ട് ഒരു ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് നമുക്ക് കഴിഞ്ഞില്ല. അതിനേക്കാളും ഒരു ഞാൻ പറയും, മോഡിജി കൊണ്ടുവന്ന, മോഡിജിയുടെ മുസ്ലിം സ്നേഹത്തിൻ്റെ ഒരു ഉദാഹരണമാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഹജ്ജിന് കൊണ്ടുവന്ന ഹജ്ജ് റിഫോംസ്. ഹജ്ജിന് ആപ്ലിക്കേഷൻ ഫീ വേണ്ട, ഹജ്ജിൽ വിമന് തനിയെ പോകാം, ഹജ്ജിൻ്റെ റേറ്റ് കുറച്ചു, പിന്നെ എയർഫെയർ കുറച്ചു, എംബാർക്കേഷൻ പോയിൻ്റ് 3 ആക്കി, കൊച്ചിയിലും കോഴിക്കോടും കണ്ണൂരുമാക്കി, ഹജ്ജ് കൂടുതൽ സ്പിരിച്വലാക്കി, 100% സീറ്റിൽ 80% കമ്പ്യൂട്ടറൈസ് റിലീസാക്കി. പണ്ട് ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഇന്ന് ഹജ്ജ് ഒരു സ്പിരിച്വൽ ഓപ്പർച്യൂണിറ്റിയായി മാറി ഒരു സിമ്പിളായിട്ട് എല്ലാവർക്കും ഹജ്ജിന് പോകാവുന്ന ഒരു സാഹചര്യമാക്കി.